അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇഅ്മാലു ഇസ്മിൽ ഫാഇൽ എന്ന ഭാഗമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഇസ്മുൽ ഫാഇലിനെ പോലെ തന്നെ ഇസ്മുൽ മഫ്ഊലും അമൽ ചെയ്യും എന്നാണ് ഉദാഹരണ സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമർത്ഥിച്ചത്. എന്നാൽ ഇസ്മുൽ ഫാഇലിനില്ലാത്ത ഒരു പ്രത്യേകത ഇസ്മുൽ മഫ്ഊലിനുണ്ട് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടെ കഴിയുമ്പോൾ ഇഅ്മാലു ഇസ്മിൽ ഫാഇൽ എന്ന ബാബ് അവസാനിക്കുകയും അബ്നിയത്തുൽ മസ്വാദിർ എന്ന പുതിയ ബാബ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് യുളാഫു ദാ ഇലസ്മിൻ മുർതഫിഅ മഅനൻ കമഹ്മൂദുൽ മഖാസിദിൽ വറ. ഇസ്മു ഫായിലാണെങ്കിലും ഇസ്മു മഫ്ഊലാണെങ്കിലും അതിനുശേഷം റഫ് ചെയ്യുന്ന ഒരു ഇസ്മ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ റഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അമൽ ചെയ്യുന്ന ഒരു ഇസ്മ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ അമൽ ചെയ്യുന്ന റഫ് ചെയ്യുന്ന ഈ ഇസ്മിനെ ഇസ്മു ഫായിലിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇസ്മു ഫായിലിലേക്കാണെങ്കിൽ ഇളാഫത്ത് ചെയ്യാൻ പറ്റൂല, ഇസ്മു മഫ്ഊലിലേക്കാണെങ്കിൽ ഇളാഫത്ത് ചെയ്യാം. ഇതാണ് കാര്യം. അതാണ് ഇസ്മു ഫായിലിനില്ലാത്തൊരു പ്രത്യേകത ഇസ്മു മഫ്ഊലിനുണ്ട് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യം വ്യക്തമാവില്ല, അതുകൊണ്ട് നമുക്ക് പാഠഭാഗത്ത് ഉദാഹരണ സഹിതം പറയാം. വഖദ് യുളാഫു ഇളാഫത്ത് ചെയ്യപ്പെടും ദാ ഇത് അഥവാ ഇസ്മു മഫ്ഊല് എങ്ങോട്ട്? ഇലാ ഇസ്മിൻ മുർതഫി റഫ് ചെയ്ത ഒരു ഇസ്മിലേക്ക്. ഈ ഇസ്മു മഫ്ഊല് റഫ് ചെയ്ത ഒരു ഇസ്മുമായിട്ട് ഈ ഇസ്മു മഫ്ഊല് ചേരും, ഇളാഫത്തായിട്ട് ചേരും. മഅനൻ അർത്ഥത്തിൽ. ഉദാഹരണം പറഞ്ഞാൽ ക മഹ്മൂദുൽ മഖാസിദി അൽ വറ. ശരിക്കും പറയേണ്ടത് അൽ വറഉ മഹ്മൂദുൽ മഖാസിദി എന്നാണ്. അൽ വറ അല്ലേ, സൂക്ഷ്മത എന്ന് പറയുന്നത് മഹ്മൂദുൽ മഖാസിദി, അതിൻ്റെ ഉദ്ദേശ്യം സ്തുത്യർഹമായിരിക്കും, സ്തുതിക്കപ്പെടുന്ന ഉദ്ദേശമുള്ള ഒരു കാര്യമാണ് വറ എന്ന് പറയുന്നത്. ഇവിടെ മഹ്മൂദുൻ മഖാസിദുഹു എന്നാണ് ശരിക്കും വേണ്ടത്. അതിൻ്റെ ഉദ്ദേശം സ്തുതിക്കപ്പെട്ടതാണെന്നാണ്. ആ മഹ്മൂദ് എന്നുള്ളത് റഫ് ചെയ്തതാണ് അതിൻ്റെ ശേഷമുള്ള മഖാസിദ് എന്നുള്ളത്. ആ ഇസ്മിനെ മർഫൂയിലേക്ക് വേണമെങ്കിൽ ഇളാഫത്ത് ചെയ്യാം, എന്നിട്ട് മഹ്മൂദുൽ മഖാസിദി എന്ന് പറയാം. എന്നാൽ ഇസ്മു ഫായിൽ അങ്ങനെ പറ്റൂല. യജൂസു ഫി ഇസ്മിൽ മഫ്ഊലി, ഇസ്മു മഫ്ഊൽ ജായിസാകും അൻ യുളാഫ, ഇസ്മു മഫ്ഊൽ ഇളാഫത്ത് ചെയ്യപ്പെടുക ഇലാ മാ ഒന്നിലേക്ക്, കാന ആ ഒന്നായിരുന്നു, മർഫൂഅൻ ബിഹി ഈ ഇസ്മു മഫ്ഊൽ വഴി റഫ് ചെയ്യപ്പെട്ടതായിരുന്നു. ഫതഖൂലു ഫി ഖൗലിക സൈദുൻ മളറൂബുൻ അബ്ദുഹു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. സെയ്ദ് എന്ന് പറയുന്നത് അവൻ്റെ അടിമ അടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് സെയ്ദിനെ കുറിച്ച് ആകെ ഒരറിവുള്ളത്. സെയ്ദാകുന്നത്, ഒരാൾ ചോദിച്ചു ആരാണ് സെയ്ദ്, അപ്പോൾ അയാൾ ഉത്തരം പറയാണ് എനിക്ക് സെയ്ദിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അയാളുടെ അടിമ ഒരു വട്ടം അടിക്കപ്പെട്ടിട്ടുണ്ട്, നല്ല അടി ഇട്ടിട്ടുണ്ട് അയാളുടെ. അപ്പോൾ നമ്മൾ പറയും സെയ്ദുൻ മളറൂബുൻ അബ്ദുഹു. ഇവിടെ മളറൂബുൻ എന്നുള്ളത് ഇസ്മു മഫ്ഊലാണ്, അതിൻ്റെ ശേഷമുള്ള അബ്ദ് എന്നുള്ളത് മർഫു ആണ്. അതിന് റഫ് ചെയ്തത് ആരാ? സെയ്ദാണ്, മളറൂബാണ്, സെയ്ദല്ല മളറൂബാണ് അല്ലേ? മളറൂബ് എന്ന് പറയുന്ന ഇസ്മു മഫ്ഊലാണ്. ആ അബ്ദിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മളറൂബിലേക്ക് ഇളാഫത്ത് ചെയ്യാം. സെയ്ദുൻ മളറൂബുൽ അബ്ദി എന്ന് പറയാം. ഫതുളീഫു ഇസ്മൽ മഫ്ഊലി ഇലാ മാ കാന മർഫൂഅൻ ബിഹി. അപ്പോൾ ഇസ്മു മഫ്ഊലിനെ ഈ ഇസ്മു മഫ്ഊൽ റഫ് ചെയ്ത ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യാം. വമിസ്ലുഹു, അതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം അൽ വറഉ മഹ്മൂദുൽ മഖാസിദ്. വറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ സ്തുതിക്കപ്പെടുന്നതാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും അതിൻ്റെ അസിൽ അൽ വറഉ മഹ്മൂദുൻ മഖാസിദുഹു എന്നാണ്. വറ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഖാസിദുകൾ സ്തുതിക്കപ്പെടുന്നതാണ് എന്നാണ് ഉത്തരം. അവിടെ നമുക്ക് അൽ മഹ്മൂദുൽ മഖാസിദി എന്ന് പറയാം. എന്നാൽ വലാ യജൂസു ദാലിക ഫി ഇസ്മിൽ ഫാഇൽ, ഇത് ഇസ്മു ഫാഇൽ ഇത് പറ്റൂല. എന്നിട്ട് മറർത്തു ബി റജുലിൻ ലാരിബിൽ അബി സെയ്ദൻ,
ശരിക്കും അവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ലാരിബിൻ അബൂഹു സെയ്ദൻ എന്നാണ്. ഞാനൊരു മനുഷ്യൻ്റെ അടുത്തുകൂടെ നടന്നു പോയി, അവൻ്റെ ഉപ്പ സെയ്ദിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഉപ്പയാണോ സെയ്ദിനെ അടിച്ചത് അവൻ്റെ കൂടെ, ആ ഉപ്പാൻ്റെ കൂടെ അല്ല, മകൻ്റെ കൂടെ ഞാൻ നടന്നു പോയി എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ലാരിബ് എന്നുള്ളത് ഇസ്മു ഫായിലാണ്. അതിൻ്റെ ശേഷമുള്ള അബ്, ആ അബ് മർഫു ആണ്. അതിന് റഫ് ചെയ്തത് ആരാ? ലാരിബാണ് എന്നു കരുതി നേരത്തെ നമ്മൾ മദ്റൂബിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ലാരിബിനെ അതിൻ്റെ ശേഷമുള്ള അബിനിമ്പാടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലാഫത്ത് ചെയ്യാൻ പറ്റൂല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്മു ഫായിലും ഇസ്മു മഫൂലും അത് അമൽ ചെയ്ത അല്ലെങ്കിൽ അത് റഫ് ചെയ്ത ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യുമോ എന്നാണ്. ഇസ്മു ഫായിൽ ചെയ്യൂല, ഇസ്മു മഫൂൽ ചെയ്യും.